ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളൂ കേട്ടോ. ആദ്യമേ തന്നെ പാൻ അടുപ്പിൽ വയ്ക്കുക, അതിനുശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അതിന് ശേഷം ഉലുവ കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമായ മുട്ടപ്പുളിയാണ് കേട്ടോ. അപ്പം നമ്മുടെ എന്തായിരുന്നു ഉലുവയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒണിയൻ ചേർത്ത് കൊടുക്കാം. ഒണിയൻ വാടിക്കിട്ടാനായിട്ട് കുറച്ച് സാൾട്ട് കൂടെ ആഡ് ചെയ്യാം കേട്ടോ. യഥാർത്ഥത്തിൽ നമ്മൾ പാലക്കാട്ടുകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലേ ഈ പുളിങ്കറികൾ. എത്ര തരം പുളിങ്കറികളല്ലേ നമ്മുടെ പാലക്കാട്ടുകാർക്ക് സ്വന്തം എന്ന് പറയാനുള്ളത്. പാലക്കാടൻ മുട്ടപ്പുളി, പാലക്കാടൻ മത്തിപ്പുളി, പാലക്കാടൻ വെണ്ടയ്ക്കപ്പുളി, പിന്നെന്താ പാലക്കാടൻ വെള്ളപ്പയർ പുളി, അങ്ങനെ കിടക്കണമില്ലേ നമ്മുടെ ഈ പുളി ഒഴിച്ചിട്ടുള്ള ഈ പുളിങ്കറികൾ. അപ്പോൾ പറഞ്ഞ് കാട് കയറുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ചേർക്കാനുള്ളത് കറിവേപ്പിലയാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരു ഇടത്തരം തക്കാളി ഒരെണ്ണമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ തക്കാളിയെല്ലാം നല്ലതുപോലെ വാടി വരട്ടെ. ആ സമയം നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തൊക്കെ പൊടികളാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമേ തന്നെ മുളക് പൊടി, ശേഷം മല്ലിപ്പൊടി, അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ നമ്മുടെ പൊടികളുടെ പച്ചമണം എല്ലാം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലോട്ട് അല്പം പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങയിൽ ഇപ്പം ഞാൻ അരയ്ക്കുമ്പോൾ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, ജസ്റ്റ് തേങ്ങ മാത്രം ഒന്ന് അരച്ചെടുത്താൽ കേട്ടോ. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം എത്രയാണോ വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങയെല്ലാം നമ്മൾ ഒഴിച്ചു കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിള വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ എത്തിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതപ്പോൾ തിള വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ചേർക്കാനുള്ളത്, നമ്മുടെ മുട്ട നമ്മൾ ഉടച്ചിട്ട് ആദ്യം ഒരു ചെറിയൊരു ബൗളിൽ എന്തിലേലും ആക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ, അഥവാ ചിലപ്പോൾ മുട്ടയ്ക്ക് വല്ല കേടുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നേരിട്ട് തന്നെ ഇതിലോട്ട് ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കറി ഫുള്ള് കുളമായി പോകും ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ആദ്യം മുട്ട വേറൊരു ബൗളിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മുട്ടയാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ പതിയെ അതിൻ്റെ മഞ്ഞ കരുവൊന്നും പൊട്ടാത്ത രീതിയിൽ മെല്ലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അവിടെ 4 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു സിമ്മിലിട്ടാൽ മതി കേട്ടോ. തീ സിമ്മിലിട്ടതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മുട്ടപ്പുളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. തിളയെല്ലാം നല്ലതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഗായ്സ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ ഈസി ആൻഡ് ടേസ്റ്റി മുട്ടപ്പുളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെയും ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.